എത്ര സെറ്റ് തരുന്നത്? 3 സെറ്റ് വന്നിട്ട് തരാം. ഫസ്റ്റ് സെറ്റ് തരാം, എന്നിട്ട് ഓത്ത് പറഞ്ഞിട്ട് അടുത്ത സെറ്റ് തരാം. I, Anil Kurian Anthony, having been nominated as a candidate to fill a seat in the Council of States, House of the People, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, and that I will uphold the sovereignty and integrity of India. രണ്ട് സെറ്റ് ഒരുമിച്ച്. റസീതെല്ലാം വാങ്ങി ഒരു ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? ഒന്നാം റൗണ്ട് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ജില്ലാ സ്ഥാനാർത്ഥിയായി അതിന് ശേഷം ഇപ്പോൾ 1 മാസം പിന്നിട്ടു. ഒന്ന് പ്രകടന പത്രിക എന്ന നോമിനേഷൻ ഫയൽ ചെയ്തു. തീർച്ചയായിട്ടും കഴിഞ്ഞ 1 മാസം ഇവിടെ എല്ലാത്തരം ജനങ്ങളുമായിട്ട് ഞാൻ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി, ഈ മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. പല കാരണങ്ങളുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്കിന്ന് വികസനം വേണം, അവസരങ്ങൾ വേണം. കേന്ദ്ര പദ്ധതികളില്ലാതെ ഇവിടെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതെല്ലാം കാരണം ഇവിടുത്തെ ജനങ്ങൾ മാറ്റത്തിൻ്റെ തയ്യാറായി കഴിഞ്ഞു. ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധിക്ക് മാത്രമേ ഇവിടെ ഇങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ജനങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയെന്നാണ് ഞാൻ അവരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം തന്നെ ഞാൻ ഇനിയും 3 ആഴ്ചയിലധികം ബാക്കിയാണ്. നമ്മൾ ഇനിയും മുന്നോട്ട് പോകും, തീർച്ചയായിട്ടും ചെയ്യും. സംവാദങ്ങളിൽ തയ്യാറാകുന്നില്ല, സ്ഥാനാർത്ഥിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് വരാത്തത്. അങ്ങനെ ഇവിടെ പലരും പല നറേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടെ ഒരു MP ഉണ്ട്. ഈ ശ്രീ ആൻ്റോ ആൻ്റണി ഇവിടെ MP ആയിട്ട് ആദ്യത്തെ 15 വർഷത്തിൽ ആദ്യത്തെ 5 വർഷം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ UPA സർക്കാരുണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടിയുടെ UDF സർക്കാരുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ കഴിഞ്ഞ 15 വർഷം MP ആയിട്ടുള്ളൊരു സ്ഥലത്ത്, ഇവിടെ ഇത്രയും യുവാക്കളുള്ള സ്ഥലത്ത്, ഇത്രയും കർഷക സമൂഹമുള്ളൊരു സ്ഥലത്ത് ഇവിടെ നോക്കുമ്പോൾ ഇത്രയും ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലമാണ്. അതായത് ശബരിമല പോലെ, മാരമൺ കൺവെൻഷൻ പോലെ, അതുപോലെ പരിമല ദേവാലയം പോലെ, അതുപോലെ ഇവിടെ ആറന്മുള വള്ളംകളി നടക്കുന്നു. ഇവിടെയൊന്നും ഒരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബായി മാറാൻ, ഒരു ടൂറിസ്റ്റ് ഹബ്ബായി മാറാനൊക്കെ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലം. ഞാൻ വന്ന് നോക്കിയപ്പോൾ 15 വർഷമായ ഒരു MP ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല. ഒരു സെൻട്രൽ ഗവൺമെൻറ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂണിറ്റ് ഇല്ല. അതുപോലെ ഇവിടെ ഒരു IT പാർക്കില്ല, ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല. ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലത്ത് അടിസ്ഥാന സൗകര്യം പോലുമില്ല. അതുപോലെ മറ്റേ സ്ഥാനാർത്ഥി ആരാണ്? ഡോക്ടർ തോമസ് ഐസക്. ഡോക്ടർ തോമസ് ഐസക് നിരവധി പ്രാവശ്യം MLA ആയ വ്യക്തിയാണ്, മന്ത്രിയായ വ്യക്തിയാണ്. ഇത്രയുമൊക്കെ ആയിട്ടും ഇവർ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ കേരളം വലിയൊരു കടക്കണിയിലാണ്. പക്ഷെ രണ്ടുപേരും പിന്നെ ചില മാധ്യമ സുഹൃത്തുക്കളും ഇന്നും
ഇല്ലാത്ത വിഷയങ്ങൾ, അതായത് ഇവർക്ക് വികസനത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് താല്പര്യമില്ല, ഇവർക്ക് അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവർ രണ്ടുപേരും മാറി മാറി ആകപ്പാട് ഇവർക്ക് ചില വർഗീയ ചുവയുള്ള ചില വിഷയങ്ങളല്ലാതെ മറ്റൊന്നും ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് അനിൽ ആൻ്റണിക്ക് പോകാൻ താല്പര്യമില്ല. അനിൽ ആൻ്റണിക്ക് ഇവിടെ വികസനത്തിനെ കുറിച്ച് സംസാരിക്കണം. അനിൽ ആൻ്റണിക്ക് ഇവിടെ ജനങ്ങൾ മുന്നോട്ട് പോകുന്ന അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അനിൽ ആൻ്റണിക്ക് ഇവിടെ ശ്രീ നരേന്ദ്രമോദിജി കൊണ്ടുവരുന്ന വികസിത ഭാരതത്തിൻ്റെ സമയത്ത് ഇവിടെ ഒരു വികസിത കേരളത്തിനെ കുറിച്ച് സംസാരിക്കണം, പത്തനംതിട്ടയെക്കുറിച്ച് സംസാരിക്കണം. അത് ഇവിടുത്തെ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഇവരെ ബാക്ക് ചെയ്യുന്ന മറ്റ് ചില മാധ്യമ സുഹൃത്തുക്കൾക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിൽ പ്രചരണം നടത്തുന്നു, അങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. കേന്ദ്രം നൽകാത്ത പണത്തെക്കുറിച്ചൊക്കെ അവർ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങല്ലേ പോയി പ്രതിരോധിക്കേണ്ടത്. അപ്പോൾ അങ്ങ് പോയില്ലെങ്കിൽ ആര് പറയും? ഞാൻ വളരെ വ്യക്തമായി ഞാൻ പോകുന്നിടത്തെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നു. കേന്ദ്രം നൽകേണ്ട കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നൽകുന്നുണ്ട്. ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം 15-ാം തീയതി ഇവിടെ വന്നിരുന്നു. എൻ്റെ പ്രചരണം ഇപ്പോൾ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചതിന് ശേഷം ആദ്യം പത്തനംതിട്ടയിലാണ് വന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് ഒരു ദിവസം മുമ്പാണ് വന്നത്. അപ്പം പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി എണ്ണി പ്രധാനമന്ത്രി തന്നെയാണ് പറഞ്ഞത്. അതായത് ഇവിടെ ജൽജീവൻ മിഷൻ്റെ ഭാഗമായി 5 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഇവിടെ ടാപ്പ് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. 1.5 ലക്ഷം മൃഗങ്ങൾക്കാണ് വാക്സിനേഷൻ കൊടുത്തിട്ടുള്ളത്. കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമായി 3.5 ലക്ഷം കർഷക കുടുംബങ്ങൾക്ക് ഇവിടെ എല്ലാ 3 മാസം അല്ലെങ്കിൽ 4 മാസം റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 300ഓളം പദ്ധതികളുണ്ട്. എല്ലാം ഇവിടെ വളരെ മികച്ച രീതിയിലൂടെ നടക്കുന്നുണ്ട്. ഇവിടെ 15 വർഷമായിട്ട് ഒരു എം പി ഉണ്ട്. പക്ഷേ ഇന്നും ഇവിടെ എന്നോട് ജനങ്ങൾ പറയുന്ന കാര്യമാണ്, ഇവിടെ വെയിറ്റിംഗ് ഷെഡുകളും ഹൈമാസ് ലൈറ്റും അല്ലാതെ ഇവിടെ മറ്റൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം കേന്ദ്ര സർക്കാർ പദ്ധതികൾ, അതും പണ്ടൊക്കെ എപ്പോഴോ ചെയ്ത പദ്ധതികൾ ഫ്ലക്സ് അടിച്ച് വയ്ക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി ഇവിടെ സംസാരിക്കുന്നുണ്ട്. അതായത് ഇവിടെ വികസനം നടക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലെ തന്നെ ഏറ്റവും പൊട്ടൻഷ്യലുള്ള ഒരു മണ്ഡലത്തിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും വികസിത മുരടിപ്പുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ടയാണ്. അത് മാറാൻ തന്നെയാണ് ഇവിടെ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിച്ച് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു, അങ്ങനെ പരാമർശം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് വോട്ട് പിടിക്കുന്നത്. ശ്രദ്ധപ്പെട്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസ്സുകാർ അല്ല, ചില കോൺഗ്രസ്സുകാർ, അതാരാണെന്ന് ഞാൻ പറയാം. ആൻ്റോ ആൻ്റണിയെ പോലത്തെ കോൺഗ്രസ്സുകാരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം അദ്ദേഹം 3-4 ആഴ്ചകൾ മുമ്പ് ചില തീവ്ര മനോഭാവമുള്ള ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇന്ത്യൻ സൈന്യത്തെ അദ്ദേഹം അവഹേളിച്ചു. ഇവിടെ തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് സൈനികരെ അദ്ദേഹം അവഹേളിച്ചു. ഈ പുൽവാമ ആക്രമണം അത് പാകിസ്ഥാന് പങ്കെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി തന്നെ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ വെച്ച് പറഞ്ഞത് ഇത് അവരുടെ വിജയമാണെന്നാണ്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റിനെ ചില തീവ്ര മനോഭാവമുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി അദ്ദേഹം വെള്ളപൂശാൻ ശ്രമിച്ചു. ഇങ്ങനത്തെ ചിലവർ, അല്ലാതെ എല്ലാ കോൺഗ്രസ്സുകാരും ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മനോഭാവമുള്ളവർ അവർ ഇവിടെ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനമെല്ലാം നിർത്തി വല്ല പാകിസ്ഥാനിൽ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അവർക്കും വളരെ വ്യക്തമായിട്ടറിയാം, ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഇതുപോലെ പാകിസ്ഥാൻ എന്ന ഈ തീവ്രവാദത്തെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ വെള്ളപൂശാൻ ശ്രമിച്ചത് അത് രാജ്യവിരുദ്ധമാണ്, അത് രാജ്യ താല്പര്യത്തിനെതിരാണ്. ഇത് ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രം ഇദ്ദേഹം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ളവർ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നല്ലതല്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ നിങ്ങളുടെ സ്പെക്കുലേഷൻ അല്ലേ? കഴിഞ്ഞ 12 മാസമായിട്ട് നിങ്ങൾ ഒരുപാട് ന്യൂസുകൾ എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു, അതൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഇപ്പോൾ അദ്ദേഹം വേറെ പാർട്ടിയിലാണ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം, ഇവിടെ ആര് പ്രചരണത്തിന് വന്നാലും അവർ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 2014-ലും 2019-ലും ഇന്ത്യൻ ജനത തിരസ്കരിച്ച രാഹുൽ ഗാന്ധി, 2024-ലും ഇന്ത്യൻ ജനത തിരസ്കരിക്കാൻ പോകുന്ന രാഹുൽ ഗാന്ധിയെ ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാസ് ലീഡറായ ശ്രീ നരേന്ദ്രമോദിജിക്ക് പകരം വോട്ട് വിജയിപ്പിക്കണമെന്ന് പറയാനും, അതുപോലെ കഴിഞ്ഞ 15 വർഷം ഇവിടെ ഒന്നും ചെയ്യാതെ ഈ ജനങ്ങളെ ദുരിതത്തിലെത്തിച്ച ഇവിടെ തീവ്രവാദികളെ പോലും ചില വോട്ടുകൾക്ക് വേണ്ടി വെള്ളപൂശാൻ ശ്രമിച്ച ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ ഭടന്മാരെയും പോലും ചില വോട്ടുകൾക്ക് വേണ്ടി അപമാനിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി വോട്ട് പിടിക്കാനാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ആര് വന്നിട്ടും കാര്യമില്ല. ഇവിടെ തീർച്ചയായിട്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയും പരാജയപ്പെടും. ഇവിടെ ശ്രീ നരേന്ദ്രമോദിജിയെ പ്രതിനിധീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കാൻ പോവുകയാണ്. പിന്നെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം കേരള പ്രഭാകരി ഒരു പത്രസമ്മേളനത്തിൽ സംസ്ഥാന സർക്കാർ വന്യമൃഗ ആക്രമണത്തിന് വേണ്ട ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നു, അത് ശ്രദ്ധേയപ്പെടുന്നു.
തീർച്ചയായിട്ടും ഞാൻ 2 ദിവസം മുമ്പ് ഒരു കാട്ടാനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട ശ്രീ ബിജു അദ്ദേഹത്തിൻ്റെ അവിടെ പോയിരുന്നു. 2-3 ദിവസം അതിന് 2-3 ദിവസം മുമ്പ് ഒരു കാട്ടാന ആക്രമിക്കപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയ ഒരു വ്യക്തിയെ കാണാൻ ഞാൻ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിൽ പോയി. ഇത് ഞാനിവിടെ വന്നതിന് ശേഷം, ഞാനിവിടെ സ്ഥാനാർത്ഥിയെ വന്നതിന് ശേഷം കഴിഞ്ഞ 4 ആഴ്ച തന്നെ ഏകദേശം 3-4 ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഇത് വേദനാജനകമാണ്. ഇറ്റ്സ് എ വെരി കൺസേണിങ് ഇഷ്യൂ. അപ്പോൾ ഭൂപേന്ദർ യാദവ്ജി കേന്ദ്രമന്ത്രി, അദ്ദേഹം 1 മാസം മുമ്പ് 2 മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഇവിടുത്തെ എല്ലാ അതോറിറ്റീസുമായിട്ടും ചർച്ച ചെയ്തു. ഇവിടെ ഇങ്ങനത്തെ വിഷയങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുപോലെ സോളാർ ഫെൻസിങ്ങിന് ഏകദേശം 60 കോടിയോളം രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ലാപ്സായി. ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ പോരായ്മകൾ തന്നെയാണ്. അപ്പോൾ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹം ഇന്ന് ലൈഫ് പദ്ധതി, അതായത് സസ്റ്റൈനബിൾ കൺസംഷൻ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഇതുപോലെ എല്ലാവരും മാനും നേച്ചറും ഒരുമിച്ച് വളരെ സസ്റ്റൈനബിളും ആയിട്ടുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ലൈഫ് പദ്ധതി UN ജനറൽ സെക്രട്ടറിയുടെ കൂടെ ആണ് അദ്ദേഹം ലോഞ്ച് ചെയ്തത്. അത് ഇന്ന് ആഗോളതലത്തിൽ തന്നെ വളരെ ഒരുപാട് നല്ല ഗുഡ്വിൽ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. അത് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യരും മൃഗങ്ങളും അതുപോലെ പ്രകൃതിയും മനുഷ്യരും എല്ലാവരും നല്ല എന്ന് പറഞ്ഞാൽ വളരെ ഒരുമിച്ച് വളരെ ഹാർമണിയിൽ ജീവിക്കുന്ന ഒരു രീതിയിൽ അതിനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ. ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ കാട്ടിനകത്തൊക്കെ മൃഗങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നില്ല, വെള്ളം ലഭിക്കുന്നില്ല. ഞാൻ അവിടെ പോയപ്പോൾ തന്നെ അവിടുത്തെ ജലാശയങ്ങളെല്ലാം വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യാനുള്ള പദ്ധതികൾ നമുക്കുണ്ട്. ഇതിനുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മൃഗങ്ങൾ ഈ കൃഷി സ്ഥലങ്ങളിലേക്ക് ഇങ്ങോട്ടൊക്കെ വരാതിരിക്കാനൊക്കെ സോളാർ ഫെൻസിങ്ങിന് 60 കോടി രൂപ നമ്മൾ സാങ്ഷൻ ചെയ്ത് കഴിഞ്ഞിരുന്നു നമ്മുടെ സർക്കാർ. പക്ഷേ അത് ലാപ്സായി. തീർച്ചയായിട്ടും ഇവിടെ കേരള സർക്കാരിൻ്റെ ഒരുപാട് ലാപ്സുകളുണ്ട്. അത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കും. ഒരു കാര്യം, അതായത് ഈ വന്യമൃഗ ആക്രമണത്തിനിരയാവുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നാണ് ഇന്നലെ മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. കേന്ദ്രം ഒരു സഹായവും കൊല്ലപ്പെടുന്നവർക്ക് പരിക്കേൽക്കുന്നവർക്ക് വേണ്ടി കേന്ദ്രം നൽകുന്നില്ല, തുച്ഛമായ തുക മാത്രമേ നൽകുന്നുള്ളൂ. ആകെപ്പാടെ ഒരു തുകയുള്ളത് 10 ലക്ഷമാണ്. ആ 10 ലക്ഷം കേന്ദ്ര ഫണ്ടിൽ നിന്ന് വരുന്നത് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആക്ടിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ 10 ലക്ഷം ഇങ്ങനെ ഒരു വിഷയമുണ്ടായാൽ ഇത് ഇന്ത്യയിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമറൂൺ വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ ഒരു വിഷയമുണ്ടായാൽ 10 ലക്ഷം എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാണ്. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ കൂടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ആകെപ്പാടുള്ള പ്രൊവിഷനുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറുപടി ഉണ്ടായില്ല? അവിടെ എത്ര പൈസ കൊടുത്തു എന്നതിനൊരു മറുപടി ചോദിച്ചപ്പോൾ അവിടെ വിവരാവശ്യപ്രകാരം മറുപടി ഇല്ല ലോക്സഭയിൽ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് മറുപടി ഇല്ലായിരുന്നാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണെങ്കിൽ എന്തുകൊണ്ട് മറുപടി ഉണ്ടായില്ല നോക്കണമല്ലോ. കാര്യം ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ എത്രയാണ് ഫണ്ട് അല്ലെങ്കിൽ എന്നുള്ളത് എനിക്ക് ചെക്ക് ചെയ്യാതെ ഇന്ന് എനിക്ക് പറയാൻ സാധിക്കും. 10 ലക്ഷം പൂർണ്ണമായിട്ട് കേന്ദ്ര സർക്കാർ ഫണ്ടാണ്. 10 ലക്ഷം 110% അത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ്. കുറച്ച് സൈഡിക്കുന്നുണ്ട് മാഡം, കുറച്ച് സൈഡിക്കുന്നു. സാറേ ഫോണും കൊണ്ട് സൈഡിൽ സാറേ ഇവിടെ നോക്കാം. ഓക്കെ.
ഓക്കെ